പയ്യന്നൂർ കണ്ടോത്ത് ALP സ്കൂളിൽ വ്യാജ ID കാർഡ് പിടിച്ചുവെന്ന് UDF പ്രവർത്തകർ. വ്യാജ ID കാർഡ് പിടിച്ചതായി വിവരമില്ലെന്ന സ്ഥലത്തെത്തിയ കണ്ണൂർ റൂറൽ SP അനുജ് പല്ലിവാൽ പറഞ്ഞു. There is information from other side. There is a fake ID card. No, നമുക്ക് ഇതുവരെ ഒന്നും പരാതി കിട്ടില്ല. പരാതി കിട്ടിയപ്പോൾ Sir, what is the purpose of your visit here, sir? just random. I am visiting all polling booth. So I'm wherever my CAPF is there, I am visiting all polling booth. We got some intels like this, sir. No, I have no such information. Okay. Thank you. അജീഷ് ശിവകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നത്. അജീഷ്, പരാതി എന്തായിരുന്നു? പരിശോധനയിൽ കണ്ടെത്തിയ എന്താണ്? ഹാഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിലുള്ള ഈ കണ്ടോത്ത് ALP സ്കൂളിലാണ്. ഇവിടെ ഇപ്പോഴും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് സമയം മുമ്പാണ് കോൺഗ്രസ് UDF ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഒരു വ്യാജ ID കാർഡുമായി ഒരു സ്ത്രീ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു സ്ത്രീ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. അവരുടെ ID കാർഡിൽ അതിൻ്റെ ചിത്രം ഉൾപ്പെടെ ക്ലിയർ അല്ലായിരുന്നു. അത് പോളിംഗ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇവർ മറ്റൊരു ID കാർഡുമായി വരാമെന്ന് പറഞ്ഞ് തിരികെ പോവുകയായിരുന്നു. എന്നാൽ ഇത് വ്യാജ ID കാർഡുമായി വോട്ട് ചെയ്യാൻ എത്തിയതെന്നായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെയും കുഞ്ഞുകൃഷ്ണന്റെയും അദ്ദേഹത്തിന്റെ ക്യാമ്പും ആരോപിക്കുന്നത്. ഇപ്പോൾ റൂറൽ SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരു പരാതി കിട്ടിയതിനെ തുടർന്ന് ഇവിടെ പരിശോധനയ്ക്ക് എത്തിയിരുന്നു. എന്നാൽ ഇവിടെ ആ സ്ത്രീ മടങ്ങിപ്പോയത് കൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള ആ ID കാർഡും മറ്റും പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും UDFന്റെ ഒരു ആരോപണമാണ് അത് വ്യാജ ID കാർഡ് ആണെന്നുള്ളത്. എന്തായാലും ആ ID കാർഡ് കിട്ടിയാൽ മാത്രമേ, അതിൽ പരിശോധന നടത്തിയാൽ മാത്രമേ അത് വ്യാജമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ആ മടങ്ങിപ്പോയി ആ സ്ത്രീ ഇതുവരെയും തിരിച്ച് വന്നിട്ടില്ല. അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് UDF ക്യാമ്പ്. അങ്ങനെ ഒരു ആളുണ്ടോ, മറ്റു കാര്യങ്ങൾ, അവരുടെ ID കാർഡ് വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. മാത്രമല്ല ദൃശ്യങ്ങളടക്കം പരിശോധിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് UDF സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്നാൽ എന്തായാലും പോലീസ് അടക്കമുള്ളവർ, കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. റൂറൽ SPയും കുറച്ച് മുമ്പ് ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.